രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഫ്രണ്ട് വിദ്യാന്റെ അമ്മ വിളിച്ചിട്ട് പറയുന്നത് അവിടെ ആണെങ്കിൽ പഴുത്തമാങ്ങ പറക്കി വെച്ചേക്കുന്നു വന്നിട്ട് ഏട്ടവാദി കേൾക്കാത്ത വാദി വിളിച്ചൊന്നുമില്ല. ഞാനാണെങ്കിൽ പല്ല് വെച്ചിട്ട് നേരെ സമയം വേസ്റ്റാക്കാനില്ലാഞ്ഞുകൊണ്ട് തന്നെ വിട്ടടിച്ചങ്ങ് കാരണം അവരുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉടനെ തന്നെ എങ്ങോട്ടൊക്കെ പോകുന്നത്. പിന്നെ അവിടെ പോയപ്പോഴത്തേനാണെങ്കിൽ ഒരു ബക്കറ്റ് ഇറച്ചി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് നേരത്തെ എടുത്തോണ്ട് പോയത്. വീട്ടിലൊക്കെ കണ്ടു ചെന്നപ്പോൾ അമ്മയാണെങ്കിൽ ഇങ്ങനെ വേറെ കവറിലാക്കുന്നതിന്റെ ഉദ്ദേശം വലിയച്ഛന്റെ വീട്ടിലേക്ക് കൊടുക്കാനും കൂടി. അങ്ങനെയാണ് എന്ത് കിട്ടിയാലും അപ്പുറത്തോട്ടും കൂടി മാങ്ങ തേങ്ങ ചക്ക അങ്ങനെ എന്തിട്ടാലും പകുതി അവിടെ എന്തെങ്കിലും ഇതുപോലൊക്കെ കിട്ടുമ്പോഴാണെങ്കിൽ നമുക്കും തരും. ഇതാണ് ഇവിടുത്തെ ഷിജിയക്കയുടെ മോൻ അച്ചു. ആളാണെങ്കിൽ വലിയ ഗുണ്ടാന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ പിഞ്ച് മനസ്സാ. അടിക്കുന്നു ആൾക്ക് ടി വി ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആണെങ്കിൽ അച്ഛൻ്റെ കൂടെ വന്നപ്പോഴും ഇരുന്ന് ടി വി അവിടെ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണെങ്കിൽ അച്ഛൻ പോയി ചക്കയൊക്കെ വിളച്ചു തുടങ്ങിയെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. കടുമാങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് പണിയെന്ന് വെച്ചാൽ മാങ്ങ അരിയുന്നത്. അതേസമയം അമ്മയാണെങ്കിൽ ചക്ക അടുപ്പത്തും വെച്ചിട്ടുണ്ട്. പഴുത്ത മാങ്ങ പുളിശ്ശേരി ആണെങ്കിൽ സെറ്റാക്കി ഹരിയാണയുടെ ഇടയ്ക്ക് അച്ഛനും കൊടുത്തു ഒരു മാങ്ങ. അവന് മാങ്ങ വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ 9:30 ആയപ്പോഴത്തേനും ഒരുത്തൻ വിളിക്കും. വേറെ ആരും ഇവിടെ അടുത്തുള്ള ആകുമ്പോഴത്തേനും അവൻ എക്സാം. ഞാൻ വിചാരിച്ചു വല്ല ഇന്ത്യയിലും ആയിരിക്കും, പക്ഷെ അവനോട് ചോദിച്ചു പറഞ്ഞു സെം എക്സാം. പിന്നെ വണ്ടി ഉറപ്പിച്ചു വിട്ട് 10 മണിയൊക്കെ ആയപ്പോഴത്തേനും അവനെ കോളേജിലും കൊണ്ടു. ഇവിടെ ഈ ഒരു പൂമനം പൂക്കുന്ന സമയം നല്ല രസമാണ്. കുറച്ചും കൂടെ താന്നിട്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോ ഒക്കെ അകത്താണ്. പക്ഷെ ഇപ്പുറത്തോട്ടായ റോഡ് തിരിച്ചു വന്നിട്ട് എന്റെ റൂമിന്റെ ഓലം കണ്ടിട്ട് എനിക്ക് തന്നെ ഒരുമാതിരി പ്രാന്ത്. എനിക്കിങ്ങനെ വലിച്ചുവാരിട്ടേക്കുന്ന കാണുന്നത് ഞാൻ തന്നെ വലിച്ചാരി ഇടുകയും ഞാൻ തന്നെ തച്ചിട്ട് ശരിയാക്കി. ടിവിയിൽ പട്ടാളം നടക്കുന്നുണ്ട്, പക്ഷെ അതിനിടയിലാണ് പമ്പാ ഗണപതി എന്നുള്ള പാട്ട് കേൾക്കുന്നത്. ആ പാട്ട് ഇത്ര നാളും ഭക്തിഗാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പട്ടാളം സിനിമയ്ക്കകത്തിലെ പാട്ടാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയാം. ഐ വാസ് ടുഡേ ഇയേഴ്സ് ഓൾഡ് ടു റിയലൈസ് ദിസ്. ഒരു വഴിക്കൊന്ന് റൂമിലെ സെറ്റാക്കി വന്നപ്പോഴത്തേന് ഷൂന്റെ പോലും കോലം കണ്ടിട്ട് പിന്നെ ഇതിന്റെ എല്ലാം ലേസ് എവിടെ നിന്ന് തപ്പി പിടിച്ച് വന്നപ്പോഴത്തേന് തന്നെ അരമണിക്കൂർ എല്ലാം അവിടെ എവിടെയൊക്കെ ലേസ് കഴിക്കൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ അമ്മയുടെ ഒക്കെ പുറയുന്ന കളിയാക്കി. നീ ഇത് കണ്ടം കളിക്കാനായിട്ട് ഇട്ടോണ്ട് പോയതാണോ? അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ചെളിയാണ് യുദ്ധം നടക്കുന്നത്. കറുത്ത ലേസ് ആണെങ്കിൽ കാണുമ്പോൾ ആണെങ്കിൽ മറ്റേ വെള്ള പോലെ അത്രയും സീൻ ഉണ്ടാവും തോന്നും. പക്ഷെ തേച്ചരച്ച് കഴിയിട്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് പിഴിയുമ്പോൾ ആ വീഴുന്ന പതയുടെ കളർ ഇതൊക്കെ തേച്ച് കഴിയും കുട്ടപ്പനാക്കി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഫീൽ തന്നെ. അതേപോലെ തന്നെ പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന വേറൊരു മൂവ്മെന്റ് ആണിത്. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പിള്ളേരാണെങ്കിൽ വിളിച്ചിട്ട് പറയുന്നത് ഒരു ആമക്കുട്ടനെ കാണാൻ. ഒരു ഉമ്മണിക്കാൻ വലിപ്പത്തിലുള്ള ഒരു ആമക്കുട്ടൻ, നല്ല ക്യൂട്ടായിട്ടാണ് കാണാൻ. മറ്റേ വലിയ ആമേനെ പോലെ പ്രായം കുറവായതുകൊണ്ടാണ്. മറ്റേ വലിയ ആമേനെക്കാളും കുറച്ചും കൂടെ അജയിലാണ്. നമ്മളിവനെ ഒരു ഇലയിലാക്കി എവിടെയെങ്കിലും സേഫ് ആയിട്ട് കൊണ്ട് മാറ്റി വെക്കാന്ന് വിചാരിച്ചു. അവിടെ കിടന്ന എന്തായാലും ആരെങ്കിലും ചവിട്ട് കൊണ്ട് തവിടോടി ആവും. ഇലയിലോട്ട് കയറ്റിയിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഒടുക്കലത്തെ കുന്തളിപ്പ്. അവനെ രക്ഷിക്കാനായിട്ട് കൊണ്ടുവന്ന അവനെ നമ്മുടെ ഇവിടെ അടുത്ത കണ്ടത്തിന്റെ ബാക്കി കൊണ്ട് നൈസായിട്ട് ഇറങ്ങിയപ്പോഴത്തേന് വില്ലേജ് ഓഫീസർ തന്നെ പോകേണ്ടി. കാണുന്നത് ഗസ്റ്റ് ഹൗസ് ആണെന്ന് തെറ്റിയായിരിക്കും. ഞങ്ങളുടെ വില്ലേജ് ഓഫീസ് തന്നെ ഇവിടുത്തെ പള്ളിയിലെ കൊടിയേറ്റായതുകൊണ്ട് തന്നെ നമ്മുടെ ടീംസിനെ കൂട്ടിയാണെങ്കിൽ അവിടെ കൊടിയേറുന്ന ടൈമിലാണെങ്കിൽ അവിടെ ബെല്ലൂൺ പറപ്പിക്കുന്ന ഈ ഒരു പതിവ് സംഭവം നല്ല രസമാണ് കാണാൻ. കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ തങ്ങിയിരിക്കും. ഈ ബെല്ലൂണുകളാണ് ശരിക്കും ഹതഭാഗ്യം. നമുക്ക് വേറൊരു ചെറിയ പണി ഉണ്ടായിരുന്നു. അവിടുന്ന് കൊടിയേറ്റും കണ്ടിട്ട് നമ്മുടെ പിള്ളേരും കൂട്ടി അവിടെ നമ്മുടെ നെടുഞ്ഞാൽ കേറ്റേഴ്സ് ആൻഡ് ഇവന്റ്സിന്റെ ഒരു വർക്കിന്റെ ഷൂട്ടിന് വേണ്ടിട്ട് പോയതാണ്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്കാണെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് രണ്ടുപേരും കൂടെ കീഴിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ ആൾക്കാരെ വിളിക്കേണ്ട രണ്ടിനും കൂടെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉത്തരവാദിത്തോടുകൂടി ചെയ്തു. അവിടുന്ന് നേരെ പെട്രോൾ അടിക്കാനായിട്ട് പോയപ്പോഴാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ഉത്സവമായിട്ടുള്ള കുളങ്ങരയോട്ടം എന്ന് പറഞ്ഞിട്ട് സംഭവം. ഐഡിയ എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് രണ്ടമ്മ സഹോദരിമാരായിട്ടുള്ള കുന്നത്തൂരമ്മയും കുളങ്ങര. കുന്നത്തൂരമ്മയാണ് ഈ കുളങ്ങര അമ്മേനെ കാണാൻ വന്നിട്ട് പകുതി വരെ ആയിട്ട് തിരിച്ചു പോകും. പകുതി കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയി അവർ രണ്ടുപേരും ഒന്നിക്കും. പിന്നാണ് ഈ കുന്നത്തൂർ ദേവി ഇല്ലാണ്ടാവുന്നത് ഐതിഹ്യത്തിൽ ഇങ്ങനെ പറയാം. നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഫ്രണ്ട് സത്യം. അതിനിടെ എന്റെ പണ്ടോട്ടുള്ള ഫ്രണ്ട് കാവ്യനെ കണ്ടു. ഓക്കെ ബൈ, ബാക്കി നാളെ.